ക്രിസ്തുവിനുള്ളവർ ഭാവിക്കേണ്ടതുവരെ ഭാവിച്ചു വരാതെ ജഡത്തെ രാഗമോകളോടെ ക്രൂശിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ഹല്ലേലൂയ കൃപയിൽ നിന്നാൽ അവൻ വരുമ്പോൾ പോകാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തത് ജോൺ ചാപ്റ്റർ 17:6 പറയുന്നത്, അവർ നിന്റെ വചനം പ്രമാണിച്ചു. വചനം പ്രമാണിക്കണം. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ പഴയ കാലത്തെ കൺവെൻഷനൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പറഞ്ഞത്, നാട്ടിൽ നടക്കുമ്പോൾ വരുന്ന ഉപദേശിമാരും മുഴുവനും പ്രസംഗിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും. ഈ നരകത്തെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച ഉറക്കം വരത്തില്ല, അതുപോലെ അവർ പീഡിപ്പിച്ചുള്ള ഉപദേശിമാർ. എന്നിട്ട് ഔട്ടർ കോൾ വിളിക്കുമ്പോൾ നമ്മൾ അറിയാതെ എന്തോ ചെയ്യും, കൈവെക്കുക, പേടിച്ച് കൈവെക്കുക. കാരണം അത് ഇതൊക്കെ ഇന്നിപ്പോൾ സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ആർക്കും. ഒരു നല്ലൊരു മാർത്തവക്കാരനെ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ട്രാക്ട് കൊടുക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവപുത്രൻ. നല്ലൊരു മാർത്തവക്കാരൻ. യേശു ക്രിസ്തു ദൈവപുത്രൻ അല്ല. 70-75 വയസ്സായി. ഈ പുള്ളി എത്ര നാൾ ഈ വ്യവസായം വായിച്ചിട്ട് എന്തോ മനസ്സിലായെന്ന് പോലും ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അതെ, സാത്താൻ ഇവിടെ കണ്ണിനെ കുരുടാക്കി കളഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയണം, സ്വർഗമുണ്ട്, ഇത് വാസ്തവമാണ്, താമസം വിന ഇത് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, സീറ്റ് ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനുള്ളവർ അവനോട് കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ നിന്റെ വചനം, ഈ ഇസ്രായേൽ മക്കൾക്കൊക്കെ മുഴുവനും പറ്റിയ കാര്യങ്ങൾ അവിടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യെരമ്യാ ചാപ്റ്റർ 6:10 പറയുന്നത്, വചനം അവർക്ക് നിന്നയായിരുന്നു, അവർക്ക് അതിൽ ഇഷ്ടവുമില്ല. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ നമ്മുടെ ചർച്ചിലൊക്കെ ഏതിനാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത്? വചനം പ്രസംഗിക്കാനാണോ അതോ പ്രൈസ് ദി ലോർഡ്? അപ്പോൾ വചനം അവർക്ക് നിന്നയായിരുന്നു. യെരമ്യാവ് 15:16 ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനം കണ്ടെത്തി ഭക്ഷിച്ചു, അതെനിക്ക് എന്തോ കൊണ്ടുവന്നാ? ആനന്ദവും സന്തോഷവും കൊണ്ടുവന്നു. ഇപ്പൊ ഇന്ന് രാവിലെ വേദവസ്ത്രം വായിച്ചൊരു കൈ പൊക്കാവും. 1, 2, 3, 4, 5, 6 തിരക്കിനിടയിൽ ഇന്ന് രാവിലെ മൊബൈല് നോക്കി ഒരു കൈ വെക്കാൻ പറഞ്ഞാൽ എല്ലാവരും പൊക്കുന്നു. നല്ലോണം അയ്യോ മക്കളെ, ഇത് നമ്മുടെ ഭക്ഷണം. ഇത് വായിച്ചാൽ, ഇത് പഠിച്ചാൽ നമുക്ക് എന്തോ കിട്ടും? സന്തോഷം. നമ്മുടെ സന്തോഷം മുഴുവൻ പോയത് ഇത് നമുക്ക് നിന്നയായി തീർന്നത് അപ്പോഴാണ്. ഇതിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് വചനം കണ്ടെത്തി അതിനെ ഭക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി 6ാമത്തെ കാര്യം, 5 കാര്യം ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞു. 1, ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചു. 2, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കുണ്ടാകട്ടെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ഹല്ലേലൂയ. 3, ഈ ലോകത്തിന് അനുരൂപമാകരുത് ക്രിസ്തുവിനുള്ളവർ. ഹല്ലേലൂയ. 4, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അതാണ് ക്രിസ്തുവിനുള്ളവന്റെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. 5, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം. 5, പ്രൈസ് ദി ലോർഡ്, അവർ നിന്റെ വചനം പ്രമാണിച്ചു. വചനം പ്രമാണിക്കണം. നമ്മുടെ ആധാരം പ്രമാണം. നമ്മളെല്ലാവരും താമസിക്കുന്ന നമ്മുടെ വസ്തുവിലാണ് അതിനൊരു പ്രമാണം എഴുതിയിട്ടുണ്ടല്ലേ. അതാണ് നമ്മുടെ ഉറപ്പ്. ഇതാരും നമ്മളെ ഇറക്കി വിടാത്തത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രമാണമാണ് ഈ സത്യവചനം. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് മാറ്റം വരുത്താൻ ആർക്കും കഴിയത്തില്ല. ഇതിൽ നിലനിന്നാൽ നമുക്ക് സന്തോഷവും ആനന്ദവും നമുക്ക് ലഭിക്കും. 6ാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:7-14. അതിനകത്ത് വായിക്കുമ്പോൾ എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഹല്ലേലൂയ. പൗലോസിന്റെ വാക്കുകളാണ്. ക്രിസ്തു നിമിത്തം ഞാൻ എല്ലാം ചേർന്നെന്നു. തൊട്ട് താഴെ വരുമ്പോൾ, ഞാൻ ഇപ്പോഴും അതിനെ എന്ത് ചെയ്യുക? ചവറന്ന് നിന്നു. ചവറ് ആര് നിമിത്തമാണ്? ദൈവമക്കളെ, നിങ്ങളൊരു വാക്ക് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചിന്തിക്കുക. ആരും പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊന്നും വില കൽപ്പിച്ച് കാണത്തില്ലായിരിക്കും. പക്ഷേ
ചിന്തിച്ചു, നീ ആര് നിമിത്തമാണ് ഇത് വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ അത് പറയാതിരുന്നത്, അത് ക്ഷമിച്ചതൊക്കെ ആര് നിമിത്തമാണ്? ക്രിസ്തു നിമിത്തം. ക്രിസ്തു നിമിത്തം ഇന്ന് പകൽക്കാലം പൗലോസ് പറയുകയാണ്, ഞാനെല്ലാം കാരണം എനിക്ക് എന്താ പ്രശ്നം, വല്ലവിധേനയും എനിക്ക് അതൊന്ന് എന്ത് ചെയ്യണം, എനിക്കത് ആ നിത്യത കർത്താവിനോട് കൂടെ വാഴണം. അതിനു വേണ്ടി ഇനി ആരെല്ലാം എന്നെ ഭോഷൻ എന്ന് വിളിച്ചാലും ആരെല്ലാം എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഹല്ലേലൂയ. എനിക്ക് എവിടെ പോകണം? നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം, അൾട്ടിമേറ്റ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കർത്താവ് വരുമ്പോൾ എനിക്ക് പോകണം. അതിന് ഞാൻ ഭോഷനാണോ? ഭോഷനാകാം. നമുക്ക് നമ്മളെ ഇനി ആരും വിട്ടുകളാം. ക്ഷമിക്കണോ? ക്ഷമിക്കുക. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം അതൊന്നും നഷ്ടമല്ല. നിന്നെ നിത്യതയ്ക്ക് തേജസ്സിന്റെ അനവധിയായ ആ കനത്തിന് നിങ്ങളെ അർഹരാക്കി തീർക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, ഞാൻ നമ്മൾ ദൈവികമായ നാളെ വൈകിട്ട് പോകും. എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു നിമിത്തം നമുക്ക് ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാം. ക്രിസ്തു നിമിത്തം എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്നുണ്ട്. ഇനി റോമർ 8:9 വായിച്ചു ഒരു 5 മിനിറ്റോടെ കൊണ്ട് നിർത്താം. റോമർക്ക് ലേഖനം, റോമർ ചാപ്റ്റർ 8:9 ഒന്ന് വായിച്ചേ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, ഏത് ആത്മാവാണ് എന്നെ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്? ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഏത് ആത്മാവാണ് എന്നെ ഭരിക്കുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ. ഈ അഭിഷേകത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. ഈ അഭിഷേകത്തെ കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ ഈ അഭിഷേകമുള്ളത്, ഇപ്പൊ ദാവീദിനെ ദൈവം കണ്ടു, അവനെ അഭിഷേകം ചെയ്തിട്ട് നമുക്കറിയാം. അങ്ങനെ ദാവീദ് അവിടെ നിന്ന് ഈ യുദ്ധക്കളത്തിലേക്ക് ശൗലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ പറയുന്നൊരു സാക്ഷ്യം, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ എൻ്റെ ആടിനെ പിടിച്ചുകൂടാൻ ഒരു സിംഹവും ഒരു കരടിയും വന്നു. ഞാൻ അതിനെ പിന്തുടർന്ന് പിടിച്ചിട്ട് ആടിനെ രക്ഷിച്ചു കൊണ്ടുപോകും. ഈ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവൊക്കെ നമ്മളിൽ വസിക്കുന്നെങ്കിൽ പ്രതിസന്ധികളോ ഭാരങ്ങളോ കണ്ടോ മടുത്തു പോകത്തില്ല. അതിനെ ആത്മാവിൽ നീ പിന്തുടർന്ന് പിടിച്ച് നിന്റെ അല്ലെങ്കിൽ അപകരിച്ചു കൊണ്ടുപോയ എന്താണെങ്കിലും, സമാധാനമോ സ്വസ്ഥതയോ സാമ്പത്തികമോ തലമുറകളൊക്കെ ആണെങ്കിൽ, അതിനെ ആത്മാവിൽ പോരാടി തിരിച്ചു പിടിക്കാൻ കഴിയണം. പിന്തുടരണം. പോയത് പോട്ടെ എന്നുള്ളതല്ല, പിന്തുടർന്ന ആത്മാവ് നിറഞ്ഞവരായി ദൈവസനിൽ നിന്ന് അഭിഷേകത്തോടെ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുന്നവനാണ് ആത്മാവിൽ ജയിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പോൾ നാം ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെ വസിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ, പ്രൈസ് ദി ലോർഡ്. 1 John chapter 2:6. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്നതുപോലെ പറ്റൂ. പക്ഷെ പ്രസംഗിക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ അല്പം ഒരു വാക്യം എടുത്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ മുമ്പിലോട്ട് കയറി കഴിയാൻ നമുക്ക് ഇഷ്ടം പോലെ ആ വാക്യത്തെ പറ്റി കീറി മുറിച്ച് പഠിക്കാം. പക്ഷെ ഇതൊന്നും അല്ല. ഒരുവൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ മുഖം ലഘുവാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രൈസ് ദി ലോർഡ് എന്തു ചെയ്യണം? ക്രിസ്തുവിനുള്ളവനാണോ? ഇന്ന് ആലയം വിട്ടു പോകുന്നതിന് മുൻപ് ഹല്ലേലൂയ, ക്രിസ്തു
ക്രിസ്തുവിനുള്ളവനാണോ? അവന്റെ വരവെങ്കിൽ പോകുന്നത് ക്രിസ്തുവിനുള്ളവർ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ജഡത്തെ ക്രൂശിച്ച് പ്രിയമക്കൾ എന്നുപോലെ ക്രിസ്തുവേശുള്ള ഭാവമുള്ളവരായി ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ഈ ലോകത്തിന് അനുരൂപമാകാതെ പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വചനം പ്രമാണിച്ച് ഹല്ലേലൂയ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്നെണ്ണി ചവറെന്നെണ്ണി ക്രിസ്തുവിന്റെ ആത്മാവുള്ളിൽ ഹല്ലേലൂയ നിറഞ്ഞവരായി ക്രിസ്തു നടന്നതുപോലെ നടന്ന് ഹല്ലേലൂയ മുന്നോട്ട് പോയാൽ കാലമെന്നൊരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കാതുകളിൽ ആ ശബ്ദം മുഴങ്ങുവാനിടയാകും. ഇവിടെ കയറി വരിക എന്നുള്ള ഇപ്പൊ ശബ്ദത്തിൽ പോകാൻ ഒരുങ്ങി വിശ്വസ്തയോടെ നിൽക്കാമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ ബൈബിൾ ക്ലാസ് അവിടെ നമ്മൾ അതിൻ്റെ വീട്ടിൽ എടുത്തപ്പോൾ അച്ഛൻ ഒരു റെഫറൻസ് ചോദിച്ചാൽ അതുകൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഈ വാക്കുകൾ ചിന്തകളൊക്കെ അർബുദയാതി പോലെ എന്ത് ചെയ്യും? തിന്നുകളയും. അപ്പോൾ ചില വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് വളരെ അതിനകത്ത് പറയുന്നുണ്ട്, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അതിന്റെ 14 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വിട്ടു കളയേണ്ടതൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ നാം ഒരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കണം. ഇതെല്ലാം ചിന്തയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ക്ഷീണിച്ച് ദൈവങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന് പോലത്തെ ഉറപ്പ് വരുത്താൻ ഞാൻ നമ്മുടെ ഐഡന്റിറ്റി നമ്മളിതില്ലേ വാഹനത്തിന് വേണ്ടി എഴുതില്ല, ഇത് ഹോണ്ടയാണോ ടൊയോട്ടയാണോ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെ വകയാണ്? നമുക്കൊരു ഉടമസ്ഥനുണ്ട്. നാം ക്രിസ്തുവിൻ്റെ വകയാണ്. ക്രിസ്തുവിനുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില നാളുകളായി നമ്മൾ ഏകദേശം 4-5 മാസത്തോളമായി നിങ്ങളോടൊപ്പമായിരുന്നു. നിങ്ങൾ എനിക്ക് ഈ സഭയിൽ ശുശ്രൂഷിപ്പാനും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എനിക്കൊരു സ്ഥാനം തന്നതിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവരാണ്. ഞാനും എൻ്റെ കുടുംബവും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമായാൽ പ്രൈസ് ദി ലോർഡ് നാളെ വൈകിട്ട് രാത്രിയിൽ ഞങ്ങൾ കടന്നു പോകുന്നു. പ്രൈസ് ഒത്തിരി നന്ദിയുണ്ട്. നല്ലൊരു കോൺഫറൻസ് ഒക്കെ കർത്താവ് തന്നു. ആ കോൺഫറൻസിൻ്റെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള മുഴുവൻ ചെലവും പ്രൈസ് ദി ലോർഡ് അത് ഇഷ്ടമാകുമോ ഞാനിങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പ്രിയ സോളമച്ചാനാണ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത്. ആ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾക്ക് കൈത്താങ്ങൾ തന്നിട്ടുണ്ട്. അവരെല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ വ്യാഴാഴ്ചയും ഓൺലൈൻ ശുശ്രൂഷിപ്പാൻ അച്ഛനച്ചാനായിരുന്നു. ഞായറാഴ്ച ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ പറയും, പാസ്റ്ററെ വ്യാഴാഴ്ച. ഇങ്ങനെ എല്ലാ നിലയിലും നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തന്നതിന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ആരോഗ്യവും ബലവും തന്ന് കർത്താവെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് ആലയത്തിൽ വരുവാൻ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ, ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഒന്ന് നിർത്തുവാൻ കർത്താവ് ഇന്ന് പകൽ ഞങ്ങളെ അനുവദിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ വചനം ഏറ്റെടുത്ത് ഞങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും രൂപാന്തരം ഉണ്ടാകുവാൻ, നിത്യത്തിലേക്ക് ഞങ്ങൾ